UiPathന്റെ ഓൺലൈൻ കോഴ്സ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് നമ്മൾ UiPath.com സെർച്ച് ചെയ്ത് അതിൽ ഡെവലപ്പേഴ്സിൽ UiPath അക്കാദമി ക്ലിക്ക് ചെയ്യുക. Then go to training. ഇതിൽ ഡെവലപ്പേഴ്സിൽ അക്കാദമി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ ആണ് വരിക. നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ അതിൽ യൂസർ നെയിം പാസ്വേഡ് നോർമൽ പ്രൊസീജിയർ പോലെ പിന്നെ കണ്ടീഷൻസ് ഒക്കെ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അതിലെ യൂസർ നെയിം പാസ്വേഡ് നമ്മൾ നോട്ട് ചെയ്യണം. ദെൻ ആ യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യുന്നു. ഞാൻ ഓൾറെഡി സൈൻഡ് ആണ്. നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് വെച്ച് സൈൻ ചെയ്യുക. ഇനി നമുക്കിതിൽ രണ്ട് ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഒന്ന് ഒരു 1.5 മണിക്കൂറിൻ്റെ RPA സ്റ്റാർട്ടർ ട്രെയിനിങ്ങും, അതുപോലെ തന്നെ താഴോട്ട് റോൾ ചെയ്ത് കഴിഞ്ഞാൽ RPA ഡെവലപ്പർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഈ രണ്ട് ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഇതിലെ ഈ RPA ഡെവലപ്പർ എന്നുള്ളത് 80 മണിക്കൂറിൻ്റെ പ്രോഗ്രാമാണ്. ആണ് ഇതിൻ്റെ മെയിൻ പ്രോഗ്രാം. ഇത് ഇൻട്രഡക്ഷൻ ലെവലിൽ ഉള്ള ഒരു 1.5 മണിക്കൂർ പ്രോഗ്രാമാണ് RPA സ്റ്റാർട്ടർ ട്രെയിനിങ്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ അതിനകത്ത് 3 മെയിൻ ലെസൺസ് ആണുള്ളത്. ഒന്ന് മെയിൻ പാർട്ടുകളുണ്ട്. RPA അവയർനെസ്. ഇതിൽ ഓരോന്നിനകത്തും സബ് ടോപ്പിക്സ് ഉണ്ടാവും. RPA അവയർനെസ്, ബിൽഡ് എ ബോട്ട്, കോഴ്സ് സർവേ. ഇതിൽ അവസാനത്തിൽ ഒരു എക്സാം ഉണ്ടാവും. ഒരു 5 ക്വസ്റ്റ്യൻസ് ഉള്ള മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം ഉണ്ടാവും. നമ്മളതിൽ 80% മാർക്ക് സ്കോർ ചെയ്യുമ്പോഴാണ് ഈ ഒരു സ്റ്റേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡൗൺലോഡ് യുവർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് കാണാൻ പറ്റും. ഇതിൽ RPA അവയർനെസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് സബ് ടോപ്പിക്സ് ഉണ്ടാവും. ഇതൊക്കെ സബ് ടോപ്പിക്സ് ആണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇവിടെ ടിക്ക് മാർക്ക് വരുള്ളൂ. ഇങ്ങനെ ജസ്റ്റ് സ്ക്രോളിംഗ് മെത്തേഡിലൂടെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓരോന്നെടുത്തിട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് മൊഡ്യൂൾസൊക്കെ ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കി പോവുക. അപ്പോൾ അതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ടിക്ക് മാർക്ക് വരും. ടിക്ക് മാർക്കൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ അടുത്ത അങ്ങനെ ഇത് 3 ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് യുവർ സർട്ടിഫിക്കറ്റ് കാണാം. അതിൽ നമ്മൾ ഇതിൽ ഈ സർട്ടിഫിക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡിപ്ലോമ ഓഫ് കംപ്ലീഷൻ എന്ന് നമ്മുടെ പേരിൽ ഒരു RPA സ്റ്റാർട്ടർ ട്രെയിനിങ് ഡേറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഇടും. ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് RPA ഡെവലപ്പർ എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഇപ്പോൾ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 RPA ഡെവലപ്പർ ഇങ്ങനെ കുറേ ഭാഗങ്ങൾ കാണാം. അപ്പോൾ ഈ UiPathന്റെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ലെവൽ 1, 2, 3 ഈ 3 ലെവൽസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോഴ്സ് കംപ്ലീറ്റ് ആവും. ഇതാണ് ഈ 80 മണിക്കൂറിൻ്റെ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഇതിൽ ലെവൽ 1 എന്നുള്ളത് അത്യാവശ്യം കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ ലെവൽ 2 കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. ലെവൽ 3 കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിലെ ഓരോ ചാപ്റ്ററും ഒന്ന് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ എക്സാം പാസ്സായാൽ മാത്രമേ അടുത്ത എക്സാം നമുക്ക് അടുത്ത കോഴ്സ് നമുക്ക് അൺലോക്ക് ആവുകയുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ കോഴ്സ് പ്ലാന്.
ഇപ്പോൾ ഇതിൽ ലെവൽ 1 ഫൗണ്ടേഷൻ ട്രെയിനിങ്, ഇതിനകത്ത് ഏകദേശം ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. ലെസൺ 1 അല്ലാതെ 12 ലെസൺസ് ഒക്കെ കാണുന്നുണ്ട്. ആണ് നമ്മുടെ കോഴ്സ് പ്ലാനിങ്. ഇതിൽ ലെവൽ 1 എന്നുള്ളത് ഫൗണ്ടേഷൻ ട്രെയിനിങ് ആണ്. അതിനകത്ത് ലെസൺ 1 അതിന് നിറയെ സബ് ടോപ്പിക്സ് ഉണ്ട്. ലെസൺ 2, ലെസൺ 3, ലെസൺ 4, 5, 6, 7, 8 അതങ്ങനെ പോയി എത്ര ലെസൺസ് ഉണ്ട്? 13 ലെസൺസ് ലെവൽ 1-നകത്തുണ്ട്. ദെൻ ലെവൽ 2 അത് ഓർക്കസ്ട്രേറ്റർ ട്രെയിനിങ് ആണ്. അതിനകത്ത് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ട്. ദെൻ ലെവൽ 3 ഇതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ്, അഡ്വാൻസ്ഡ് ട്രെയിനിങ്. അതിനകത്ത് കുറച്ച് സബ് ടോപ്പിക്സ് ഉണ്ട്. ഇത് നമ്മുടെ വീഡിയോയിലുള്ള ഭാഗം ഞാനൊന്ന് ടേബിളാക്കിയതാണ്. ഓക്കെ, അങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് യൂസ് ചെയ്തിട്ട് സൈറ്റ് തുറന്നിട്ട് മൊബൈലിലൂടെ നമുക്ക് കോഴ്സ് പഠിക്കാൻ പറ്റും. പക്ഷേ ഈ സോഫ്റ്റ്വെയർ നമ്മൾ സിസ്റ്റത്തിനകത്ത് ആണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് നമുക്ക് ട്രെയിനിങ് നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിസ്റ്റം യൂസ് ചെയ്യുകയും വേണം. അപ്പോൾ ഇതിൽ ഓരോ ലെവൽസും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോ തവണയും ഒരു കോഴ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും തുറക്കുമ്പോൾ റെസ്യൂം വേറെ ലെഫ്റ്റ് ഓഫ് എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എവിടെയാണ് നിർത്തി അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ കണ്ടോ ഞാനിപ്പോൾ ലെസൺ 2 സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ലെസൺ 2-നകത്ത് ഇവിടെ ലോക്ക് സൈൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് ലോക്കഡാണ്. അതിന് മുമ്പുള്ള നമ്മളൊരു സെഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഈ ഭാഗം അൺലോക്കായി കിട്ടുള്ളൂ. ഓക്കെ, ഏകദേശം ലെവൽ 1-നകത്ത് 155 ഭാഗങ്ങളുണ്ട്. വ്യക്തമായ പ്ലാനിങ്ങിലൂടെ പോയാൽ മാത്രമാണ് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്.